ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റൻഹാസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു സിമ്പിൾ റെസിപ്പി, എല്ലാം സിമ്പിളാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇറച്ചി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം പൊടി ഒഴിച്ച്, ഞാൻ ആദ്യം തന്നെ പത്തിരീൻ്റെ പണി അവിടെ കഴിച്ച് വെക്കും. അപ്പോൾ അതിന് വേണ്ടി പൊടി കൊഴിച്ച്, മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി കൊഴിച്ചെടുക്കുക. ശേഷം ഞാൻ ഈ 5 പത്തിരി ഒരുമിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. കുറച്ച് നെയ്യും പൊടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഓരോ പത്തിരിയും ചുട്ടെടുക്കാൻ സാധിക്കും. ഇങ്ങനെ പരത്തിയാൽ എന്താ ഗുണം വെച്ചാൽ നമുക്ക് നൈസായിട്ടുള്ള പത്തിരി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നല്ലോണം ഒന്ന് ചതച്ച് ചേർക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ടാണ് നല്ലോണം വഴറ്റിയെടുക്കുന്നത്. ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ ഒരു 2 കോഴിമുട്ട അതിലേക്ക് ഒലത്താൻ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഈ മിശ്രിതവുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ ഞാൻ വറുത്തെടുത്തതാണ്. വറുത്തെടുത്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റാക്കിയെടുക്കുന്നത് ആ പാത്രം സെറ്റാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചുട്ട് വെച്ച പത്തിരി ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് വെക്കുക. ശേഷം ഫില്ലിങ്സ് ഇടുക. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും അടുക്കി വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബാക്കി വരുന്ന കോഴിമുട്ടയുടെ മിശ്രിതം എല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കുക. കോഴിമുട്ട നല്ലോണം എല്ലാ സൈഡിലും ആവണം, എന്നാലേ നമുക്ക് പത്തിരി നല്ല സെറ്റായി എടുക്കാൻ പറ്റുള്ളൂ. റമദാനിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക.